Time is running. Are you ready to win? Concepts made simple. Competitive exams made easy. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് 642, 643, 644 അപ് ടു 651. ഓക്കെ, അപ്പം നിങ്ങൾ വേരിയൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഫോമുല? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഴുതി ചെയ്യുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യില്ല, പകരം ഈ ഒരു ഫോമുല യൂസ് ചെയ്യും. വേരിയൻസ് ഓഫ് 1, 2, 3 അപ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് 1/12. ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആ ഫോമുല യൂസ് ചെയ്തുകൊണ്ട് എൻ സ്ക്വയർ മൈനസ് 1/12 ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? 642 മുതൽ 651 വരെയുള്ള എത്ര നമ്പർ ഉണ്ടെന്നാണ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 642 മുതൽ 651 വരെ എത്ര നമ്പർ ഉണ്ട്? 10. സോ 10 സ്ക്വയർ മൈനസ് 1/12. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ൽ നിന്ന് 1 പോയാൽ 99 ആണ്. /12 അതിനെ എനിക്ക് വെട്ടി ഞാൻ എഴുതുന്ന സമയത്ത് 33/4 എന്ന് കിട്ടും. ഡെസിമലിലേക്ക് പോകുന്ന സമയത്ത് 8.25 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കണ്ടോ, ഞാൻ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ കണ്ടപ്പം ഏത് ഫോമുല അപ്ലൈ ചെയ്യണമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതിന് നമ്മൾ പക്ഷേ ഇതാണ് ഫോമുല എന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ? ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ഫോമുലയുടെ കൺസെപ്റ്റ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? അതിനു മുമ്പേ വേറൊരു കാര്യം, വേരിയൻസ് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഫിക്സഡ് നമ്പർ എല്ലാ നമ്പറിൻ്റെ കൂടെ കൂട്ടിയാലും വേരിയൻസിൽ മാറ്റമില്ല എന്നുള്ളത് അല്ലേ? ഇല്ലെങ്കിൽ അതൊന്ന് ഓർത്ത് വെക്കുക. ഒരു ഫിക്സഡ് നമ്പർ എല്ലാ നമ്പറിൻ്റെ കൂടെ കൂട്ടിയാലും വേരിയൻസിന് മാറ്റമില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 642, 643 എക്സെട്ര അപ് ടു 651 വരെ അല്ലേ? ഇതെന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? ഒരു ഫിക്സഡ് നമ്പറായ 641ൻ്റെ കൂടെ 1, 2, 3 ഇങ്ങനെ 10 ഇത് ആഡ് ചെയ്യുന്നതല്ലേ? അതായത് ഈ ഒരു 641 എന്ന് പറയുന്ന ഫിക്സഡ് നമ്പറിൻ്റെ കൂടെ ഈ പറയുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഒരു ഫിക്സഡ് നമ്പർ എല്ലാ നമ്പറിൻ്റെ കൂടെ കൂട്ടിയാലും ആഡ് ചെയ്താലും വേരിയൻസിന് മാറ്റമില്ലാന്ന്. അപ്പം വേരിയൻസിന് മാറ്റമില്ലല്ലോ, അതായത് ഇത് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചാലും ഇതിൻ്റെ വേരിയൻസ് കണ്ടുപിടിച്ചാലും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 1, 2, 3 അപ് ടു 10 എന്ന് പറയുന്ന ഇതിൻ്റെ വേരിയൻസ് ഈ ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു വേറൊരു പ്രോബ്ലം, അതായത് ഒരു 788, 789 അപ് ടു അങ്ങനെ പോയിട്ട് ഒരു 798 വരെയാണെന്ന് വെച്ചോ. ഇതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാൻ പറയാം. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ഫിക്സഡ് നമ്പറിൻ്റെ കൂടെ, ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് ഞാൻ പറയുവാണ് 787 അല്ലേ, അതിൻ്റെ കൂടെ 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒരു 11 വരെ ആഡ് ചെയ്യുന്നതല്ലേ ഈ പറയുന്ന വേരിയൻസ്? അല്ല, ഈ പറയുന്ന ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ തന്നെ വേരിയൻസ് കണ്ടുപിടിച്ചാൽ പോരെ? ഈ 1, 2, 3, 4 അപ് ടു 11 വരെ ഉള്ളതിൻ്റെ അതിൻ്റെ ഫോമുലയല്ലേ നമ്മളിവിടെ പഠിച്ചത്? എന്താണ്? എൻ സ്ക്വയർ മൈനസ് 1/12. എൻ എന്താണ്? 11. സോ 11 സ്ക്വയർ മൈനസ് 1/12. 11 സ്ക്വയർ എന്താണ്? 121. 121 നിന്ന് 1 പോയാൽ 120. 120/12. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ വേരിയൻസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് നേരത്തെ ഞാൻ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വേറെ ഒരു പ്രോബ്ലത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.